ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രാഘവേട്ടൻ പറയുക, ഇവിടുന്ന് ഇറങ്ങാൻ മനസ്സില്ലെന്ന് പറ ഫാമേ. നിന്റെ മന്ത്രിയെ വിളിച്ചോ, ആരെയാന്ന് വിളിച്ച് പറഞ്ഞോ ഇവിടുന്ന് ഇറങ്ങാൻ മനസ്സില്ലെന്ന് പറ. സത്യഭാമ ഓടി വന്ന് മന്ത്രി ദാസനെ അങ്ങോട്ട് ഫോൺ ചെയ്യുവാണ്. മന്ത്രി ഫോൺ എടുത്തപ്പോൾ സത്യാമ്മ അങ്ങോട്ട് റവന്യൂ വകുപ്പ് ആളുകൾ വന്നതും വീട് ജപ്തി ചെയ്യാൻ പോവാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മന്ത്രിയോട് പറഞ്ഞു. മന്ത്രി അതെല്ലാം സന്തോഷത്തോടെ ചിരിച്ചു കേട്ടു. എന്നിട്ട് തിരിച്ച് സത്യാമ്മയ്ക്ക് നല്ല ഒരു പണിയും കൊടുത്ത്, എൻ്റെ സത്യാമ്മേ, ഞാൻ ഇതിനകത്തുണ്ടെന്നൊന്നും ആരോടും പറയല്ലേ, എനിക്കിതിനകത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മന്ത്രി നല്ല ഭംഗിയായിട്ട് ചിരിച്ചുകൊണ്ട് സത്യാമ്മയ്ക്ക് നല്ല പണി കൊടുത്തോണ്ട് കാലുവാരി. സത്യാമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അത് റവന്യൂ വകുപ്പ് ആളുകൾ അവരുടെ ജോലി ഉത്തരവാദിത്വമായിട്ട് ചെയ്യുന്നതല്ലേ, അതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു. അവർ 15 ദിവസത്തെ അവധി തന്നിട്ടുണ്ടല്ലോ സത്യാമ്മേ, അതിനുള്ളിൽ ആ പറഞ്ഞ തുക അങ്ങ് അടച്ചേരെ, അതോടെ ആ പ്രശ്നം സോൾവ് ആയി. പിന്നെ എന്തിനാ സത്യാമ്മ വിഷമിക്കുന്നേ? എന്താ ദാസായി പറയുന്നത്? 15 കോടി അടയ്ക്കാനോ, അതും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ? എൻ്റെ സത്യാമ്മേ, ഈ 15 കോടിയൊക്കെ സത്യാമ്മയ്ക്കൊരു വലിയ തുകയാണോ? അതെങ്ങനെയെങ്കിലും അങ്ങ് അടയ്ക്കാൻ നോക്ക്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, പിന്നെ വീടും പറമ്പും കൈവിട്ട് പോയിട്ട് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സത്യാമ്മയ്ക്ക് അറിയാലോ, ആ വീടും ആ വീട്ടുകാരോടൊക്കെ എനിക്കൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉള്ളതാ. പിന്നെ ഞാൻ അവിടുന്ന് കഴിച്ച ചോറിൻ്റെയും കറിയുടെയും രുചി ഇപ്പോഴും എൻ്റെ നാവിൻ്റെ തുമ്പിലുള്ളത് കൊണ്ട് പറയുക, ഏതെങ്കിലും ഒരു രീതിയിൽ ആ പണം അടച്ച് ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്ക്. എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ മന്ത്രിയുടെ വാക്കുകൾ. എന്താ ദാസായത്? ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നിങ്ങളും ഞങ്ങളെ ഒഴിവാക്കുവാണോ? ഞങ്ങളെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് പറ. എന്താ സത്യാമ്മേ, സത്യാമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സത്യം തുറന്നു പറഞ്ഞാലുണ്ടല്ലോ, ഈ മരമുറി കേസൊരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുക. ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ പാർട്ടിയിൽ ഇതെനിക്ക് വലിയ ക്ഷീണമാണ്. അതുകൊണ്ട് സത്യാമ്മയോട് ഞാൻ വീണ്ടും പറയുക, എൻ്റെ പേര് പരമാവധി ഇതിനകത്തോട്ട് വലിച്ചഴിച്ചേക്കല്ലേ. എത്ര മനോഹരമായിട്ടാണ് സത്യാമ്മയ്ക്ക് മന്ത്രി പണി കൊടുക്കുന്നത്. സത്യാമ്മയ്ക്ക് വേണമെങ്കിൽ ഉപേന്ദ്രനെ ഇതിൻ്റെ മുന്നിൽ നിർത്താവല്ലോ. ഉപേന്ദ്രനാണെങ്കിൽ നഷ്ടപ്പെടാൻ മന്ത്രിസ്ഥാനമൊന്നും ഇല്ലല്ലോ. ദാസൻ കാലുവാരുവാണെന്ന് സത്യാമ്മയ്ക്ക് ശരിക്കും മനസ്സിലായി. സത്യാമ്മ പറയുക, ദാസേ, ഒരു ഇലക്ഷൻ കൊണ്ടോ ഒരു വോട്ട് കൊണ്ടോ തീരുന്നതല്ല കേരള രാഷ്ട്രീയം. ദാണ്ടെ എന്നെ ചതിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് താൻ അനുഭവിക്കും. പിന്നല്ല കളി സത്യാമ്മയോടാ. ആഹാ, കൊള്ളാലോ. അപ്പോഴേക്ക് സത്യാമ്മ എന്നെ അങ്ങ് ശപിക്കാനും തുടങ്ങിയോ? എന്തായാലും സത്യാമ്മ തന്ന ശാപവാക്ക് ഞാനങ്ങ് തൽക്കാലത്തേക്ക് വരവ് വെക്കുക, എൻ്റെ ഫോണിൽ ഞാനങ്ങ് വെക്കുക എന്നും പറഞ്ഞ് സുന്ദരമായിട്ട് ചിരിച്ചുകൊണ്ടുള്ള ഒന്നൊന്നര പണി ദാസൻ സത്യഭാമയ്ക്ക് കൊടുത്തു. സത്യാമ്മ കിടന്ന് ദാസയെ ദാസയെന്ന് വിളിക്കുക. ഇതെല്ലാം നമ്മുടെ രാഘവേട്ടൻ ഇങ്ങനെ നോക്കിയും കണ്ടും നിൽക്കുവാണ് അവിടെ. മന്ത്രിദാസൻ അവിടെ ഇട്ടുകൊണ്ട് പുറൂർക്കുക. പിന്നെ കാട് ശകലം പതിച്ചു കൊടുത്തെന്നും പറഞ്ഞ് കാടിളക്കി വെടിവെക്കാൻ വരുക. പിന്നെ എങ്ങനെയായി നിങ്ങൾക്കൊക്കെ ഒന്ന് സഹായിക്കുന്നേ? അയ്യോ പാപം, എന്നെ പോലുള്ള രാഷ്ട്രീയക്കാരുടെ കാര്യം വലിയ കഷ്ടമാ. എന്താ ഫാമേ, നിന്റെ മന്ത്രിയും നിന്നെ കൈയൊഴിഞ്ഞല്ലേ? ഒഴിയും. അവൻ ഒഴിഞ്ഞില്ലെങ്കിലേ ഉള്ള അത്ഭുതം. സ്വന്തം തള്ള മരിച്ചു കിടന്നപ്പോൾ റീത്ത് വെക്കാൻ വന്നവനോട് വോട്ട് ചോദിച്ചവനെ എന്ത് ഹൃദയബന്ധവാ ഫാമേ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും നീ കേൾക്കാതെ അവരെയൊക്കെ വിശ്വസിച്ച് നീ തകർത്തത് എൻ്റെ ചങ്ക. ഇനി എന്താ വഴി? എന്താ നീ കണ്ടുവച്ചിരിക്കുന്നത്? വിളിക്ക്. ഇനി ആരെയൊക്കെയാ വിളിക്കുന്നേ? അടുത്ത ആളിനെ വിളിക്ക്. എവിടാ നിനക്ക് കോടികളുടെ സ്വത്ത് നിന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടുതരാമെന്ന് പറഞ്ഞ ഉപേന്ദ്രൻ? അവനെ വിശ്വസിക്കരുത്, അവൻ പ്രതികാരം വീട്ടാൻ വന്നതാന്നൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞു. അതൊന്നും നീ ചെവിക്കൊണ്ടില്ല. നിന്റെ അഹങ്കാരത്തിന് നീ അവനെ വിശ്വസിച്ച്. വിളിക്ക്, നീ ഉപേന്ദ്രനെ വിളിക്ക്. രാഘവേട്ടന്റെ കുത്തുവാക്കുകൾ ഇങ്ങനെ കേട്ട് സത്യഭാമ നാണിച്ച് തലകുനിഞ്ഞ് ഒരു ജീവശവം പോലെ ഇങ്ങനെ നിൽക്കുവാണ്. എന്താ നീ നോക്കി നിൽക്കുന്നേ? നീ വിളിക്ക്, നിന്റെ ഉപേന്ദ്രനെ വിളിക്ക് എന്നിങ്ങനെ രാഘവേട്ടൻ പറയുമ്പോൾ പെട്ടെന്ന് സത്യഭാമ ഉപേന്ദ്രനെ വിളിക്കുവാണ്. ഉപേന്ദ്രനാണെ കാറിൽ ഇങ്ങനെ ജോളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് സത്യഭാമ വിളിക്കുന്നത്. ഉപേന്ദ്രൻ നോക്കുമ്പോൾ സത്യഭാമയുടെ കോളാണ് വരുന്നത്. അവനൊരു ചിരിയും ഒരു പുച്ഛത്തോടെ ആ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് അവൻ ആ ഫോൺ എടുത്ത് അവനൊരു ചെറിയ പുഞ്ചിരിയും പുച്ഛത്തോടുകൂടി ആ ഫോണിൽ ഇങ്ങനെ നോക്കി, സത്യഭാമയാണല്ലോ വിളിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യാതെ ഫോൺ പോക്കറ്റിലോട്ട് അങ്ങിടുവാണ്. സത്യഭാമയ്ക്ക് കൊടുക്കാനുള്ള ഉഗ്രൻ പണി അവൻ കൊടുത്തു കഴിഞ്ഞ് അവൻ്റെ വരവിൻ്റെ ഉദ്ദേശവും നടത്തി കഴിഞ്ഞ് അവൻ പിന്നെ എങ്ങനെ ഫോൺ എടുക്കും? അവനിങ്ങനെ സന്തോഷത്തിൽ മതിമറന്നിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. സത്യമ്മ വീണ്ടും വീണ്ടും ഉപേന്ദ്രനെ വിളിക്കുന്നുണ്ട്. സത്യാമ്മ വിളിക്കുന്നതെല്ലാം ഉപേന്ദ്രന് മനസ്സിലായി. സത്യാമ്മയുടെ ആ ഒരു വെപ്രാളവും ആ ഒരു പതനവും എല്ലാം അവൻ മനസ്സിൽ കണ്ട് അങ്ങനെ ഉപേന്ദ്രൻ സന്തോഷത്തോടെ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. രാഘവേട്ടൻ കളിയാക്കലോടെ, എന്താ ഭാമേ, എന്തു പറ്റി?
അതോ രാഘവേട്ട അവൻ എടുക്കുന്നില്ല? എടുക്കത്തില്ല. ഇങ്ങനെ ഒരു പ്രതിസന്ധി നിനക്ക് വരുമെന്ന് അവൻ അറിയാമായിരിക്കും. കാരണം ബുദ്ധിയുള്ളവൻ ഒരു മുഴ മുമ്പേ കാര്യങ്ങളൊക്കെ അറിയുമല്ലോ. സത്യഭാമ തകർന്ന് കരഞ്ഞോണ്ട് രാഘവേട്ടനോട് ചോദിക്കുക, രാഘവേട്ട ഇനി ഇപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നേ? 1 2 അല്ല 15 കോടിയാ ബാധ്യത വന്നിരിക്കുന്നത്. ഇതെല്ലാം മുൻകൂട്ടിയെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഭാമേ? അപ്പോൾ നിനക്ക് നിന്നിലുള്ള അമിത വിശ്വാസം, അതിൻ്റെ മേലുള്ള അഹങ്കാരം, പിന്നെ എന്തിനേയും അടക്കി ഭരിക്കണമെന്നുള്ള നിന്റെ മൂഢസ്വപ്നത്തിലെ അഹങ്കാരം, ഇതെല്ലാവാ ഭാമയെ നിന്നെ തകർത്തത്. ഒന്നിച്ച് ജീവിച്ച വീടിന്റെ അടിത്തറ ഇളകി നിൽക്കുമ്പോഴും നിനക്ക് നിന്റെ ധാർഷ്ട്യം മാറ്റാൻ പറ്റത്തില്ലെന്നോർത്ത് ഞാനും ലജ്ജിക്കുവാണ് ഭാമേ. ഇത്രയും കാലത്തിനകത്ത് നിന്നെ വിവാഹം കഴിച്ചതോർത്ത് ഇന്ന് ആദ്യമായിട്ട് ഞാൻ വേദനിക്കുക. നിന്നെ ഇപ്പോഴെനിക്ക് വെറുപ്പായി തുടങ്ങി ഭാമേ. രാഘവേട്ടൻ എന്തായി പറയുന്നത്? പറഞ്ഞു പോവുക ഞാന്. ഒരു പക്ഷേ എനിക്കിനി ഇവിടെ നിന്ന് ഇങ്ങനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു തോന്നല്. അതുകൊണ്ട് തന്നെ എൻ്റെ മൺമറഞ്ഞു പോയ കാരണവന്മാരെയൊക്കെ സാക്ഷി നിർത്തി ഞാൻ ഇതൊക്കെ ഇപ്പൊ പറയുന്നത്. അല്ലെങ്കിൽ അവർ വിചാരിക്കരുതല്ലോ രാഘവന്റെ പിടിപ്പുകേട് കൊണ്ടാ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയതെന്ന്. രാഘവേട്ട, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി. ഇനി ഈ ചതിയിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഭാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാഘവേട്ടനോട് പറയുക, രാഘവേട്ട അതിനിപ്പോൾ എനിക്ക് രാഘവേട്ടൻ്റെ സപ്പോർട്ടാണ് വേണ്ടത്. പ്ലീസ് രാഘവേട്ട, തകർന്നു നിൽക്കുന്ന എനിക്കൊരാശ്വാസം വേണം. ഭാമേ, ഞാൻ തന്നെ നിൽക്കുന്നത് ദാണ്ട ഈ ഒരു വടിയുടെ ബലത്തിലാ. ഞാനിനി നിനക്ക് എന്ത് സപ്പോർട്ടാ തരുന്നത്? ഇവിടെ ഇപ്പോൾ സംഭവിച്ചതിൻ്റെയൊക്കെ മുഴുവൻ ഉത്തരവാദിത്വവും നിനക്ക് തന്നെയാ. ഇവിടെ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോന്നോ അതിൻ്റെ എല്ലാം കാരണവും നീ ഒരൊറ്റ ആള് തന്നെയാണ് കാരണക്കാരി. പിന്നെ കൂട്ടിച്ചേർത്തെടുക്കാനുള്ളത് 1 2 ഒന്നും അല്ല, 15 കോടിയാ. 15 കോടി. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ തുക തന്നെയാ. സത്യാമ്മ കരഞ്ഞോണ്ട് രാഘവേട്ടനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. രാഘവേട്ടൻ പറയുവാണ്, ആ തുകയ്ക്ക് മുന്നിൽ ഇപ്പൊ പകച്ചു നിൽക്കുക പാതി വയ്യാത്ത ഈ ഞാനും ജീവിച്ചിരിക്കുന്ന ജഡമായ നീയും. ഇനിയിപ്പൊ എന്താന്ന് വെച്ചാൽ നീ തന്നെ അങ്ങ് തീരുമാനിക്ക്. രാഘവേട്ടൻ ചങ്ക് തറന്ന് കരഞ്ഞോണ്ട് പറയുവാണ്, എനിക്ക് ഒരപേക്ഷയുണ്ട്. ഞാൻ ചാകുമ്പോഴേ 1 അടി മണ്ണ് തരാൻ പറ്റുമോന്ന് അവരോടൊന്ന് ചോദിച്ചേക്കണേ. പക്ഷേ തരില്ലെന്നൊക്കെ എനിക്കറിയാം. എന്നാലും അധ്വാനിച്ച് വാങ്ങിച്ച ഈ മുറ്റത്തെ അന്ത്യവിശ്രമം കൊള്ളണമെന്നൊരാശയുണ്ട്. ഹൃദയവേദനയോടെ രാഘവേട്ടൻ ഇങ്ങനെ പറയുന്നത് കേട്ട് സത്യഭാമയങ്ങ് വല്ലാതെ തളർന്നുപോയി. പിള്ളയും പൊന്നിയല്ല ഇതെല്ലാം അവിടെ നിന്നുകൊണ്ട് കേൾക്കുകയും കാണുകയും ചെയ്യുവാണ്. അവരും വലിയ സങ്കടത്തിലാണ്. അവർക്കൊന്നും അഭിപ്രായം പറയാൻ അവിടെ പറ്റില്ലല്ലോ. എനിക്ക് നിത്യശാന്തി കൊള്ളാനുള്ള ആ സ്ഥലം കിട്ടാനെങ്കിലും നീ ശ്രമിക്ക്. അങ്ങനെയെങ്കിലും എൻ്റെ ആത്മാവ് നിന്നെ ശപിക്കാതിരിക്കട്ടെ. തകർന്ന നിലവിളിയോടെ സത്യഭാമ, രാഘവേട്ട, അതെ, എൻ്റെ ആത്മാവ് നിന്നെ ശപിക്കാതിരിക്കട്ടെ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രാഘവേട്ടൻ അങ്ങ് അകത്തോട്ട് കയറി പോവുകയാണ്. രാഘവേട്ടൻ പോകുന്ന പിന്നാലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട് നടുക്കടലിൽ നിൽക്കുന്ന സത്യഭാമയുടെ ആ ഒരു അവസ്ഥ കണ്ട് പിള്ളയും പൊന്നിയും ഒന്നും പറയാതെ അങ്ങ് പോവുകയാണ്. ആരെയും വകവെക്കാതെ അത്രമേൽ അഹങ്കാരം കൊണ്ട് നെകളിച്ച് നടന്ന സത്യാമ്മയുടെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നും സത്യാമ്മ താഴോട്ട് വീണ് നിൽക്കുന്ന ഒരു രംഗം രാഘവേട്ടൻ അങ്ങനെ ജനലഴിയിൽ കൂടി കാണുകയാണ്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ആരെ കാണണം എന്നൊന്നും അറിയാതെ സത്യഭാമ തകർന്ന് അവിടെ ഇങ്ങനെ തളർന്നിരിക്കുവാണ്. സത്യാമ്മ അങ്ങനെ അവിടെ ഇരുന്ന് സത്യാമ്മയുടെ ആ വീടും ആ വീട്ടിലെ ഓരോ ഭാഗങ്ങളും നോക്കിക്കാണുകയും അവിടെ ജീവിച്ചതും എല്ലാം ഇങ്ങനെ ഓർത്ത് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. വിഷ്ണുവാണെങ്കിൽ ഈ സമയത്ത് സത്യമോളുമായിട്ട് സന്തോഷത്തോടെ ബൈക്കിലൊക്കെ ഇങ്ങനെ ചുറ്റിയടിക്കുവാണ്. തൻ്റെ പൊന്നുമോളുടെ ആഗ്രഹം ഓരോന്നും മനസ്സിലാക്കി വിഷ്ണു 6 വർഷത്തെ സ്നേഹം ഇങ്ങനെ ഒന്നിച്ചു കൊടുക്കുവാണ്. സത്യമോളെയും കൊണ്ട് ബൈക്കിലെല്ലായിടവും കറങ്ങുന്നു. സത്യമോൾക്ക് പറമ്പിൽ ഊഞ്ഞാല് കെട്ടിക്കൊടുക്കുന്നു. സത്യമോളെ ഊഞ്ഞാലിലിരുത്തി ആട്ടുന്നു. എന്നിട്ട് വിഷ്ണുവിൻ്റെ മടിയിലിരുത്തി സത്യമോളെ ആട്ടുന്നു. അങ്ങനെ ഓരോന്നും സത്യമോളുടെ മനസ്സ് മനസ്സിലാക്കി വിഷ്ണു ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കുവാണ്. അങ്ങനെ ആ അച്ഛനും മോളും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിലേറെ വാരിക്കൊടുത്തുകൊണ്ട് അവർ മനസ്സിലാഗ്രഹിച്ചിരുന്ന ആ സന്തോഷമായ ജീവിതം അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും സത്യമോള് മറ്റാരുടെയോ കുട്ടിയാണോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന വിഷ്ണുവല്ലേ സ്വന്തം ചോരയാണ്, സ്വന്തം മകളാണ് സത്യ എന്ന് തിരിച്ചറിഞ്ഞ വിഷ്ണുവിൻ്റെ സന്തോഷം പറയാനുണ്ടോ? വിഷ്ണു ഒരു സ്വർഗ്ഗലോകത്തിൽ തന്നെയാണ് താമസിക്കുന്നതെന്ന് തോന്നുന്നു. ശാരദാമ്മ ചായയും പലഹാരവും ഒക്കെ കൊണ്ടുവച്ചിട്ട് വിഷ്ണുവിനെ നോക്കുക. വിഷ്ണുവിനെ അവിടെ എങ്ങും കാണാനില്ല. ശാലിനിയോട് ചോദിക്കുന്നു, മോളെ വിഷ്ണു എവിടെയാ? അയ്യോ എൻ്റെ അമ്മയെ കുറേ നേരമായി അച്ഛനും മോളും കൂടെ പറമ്പൊക്കെ നടക്കുക.
സത്യമാണെങ്കിൽ ബിഗ് ഫ്രണ്ടിനെ അടുത്ത് കിട്ടിയതിന്റെ വലിയ സന്തോഷത്തില്. വിഷ്ണുവേട്ടനാണെങ്കിലോ 6 വർഷത്തിന് ശേഷം സ്വന്തം മകളെ അടുത്ത് കിട്ടിയതിന്റെ സന്തോഷം. അതുകൊണ്ട് തന്നെ സത്യയ്ക്ക് 6 വർഷത്തെ സ്നേഹം മുഴുക്കെ ഒന്നിച്ചു കൊടുക്കാനുള്ള തീരുമാനമാണെന്ന് തോന്നുന്നു. അമ്മ പുറത്തോട്ട് നോക്കിയോ? അവിടെ അച്ഛനും മോളോട് ഊഞ്ഞാലൊക്കെ കെട്ടി ആടുകയൊക്കെയാണ് ചെയ്യുന്നത്. മോളെ, വിഷ്ണു സ്വന്തം അച്ഛനാണെന്നുള്ള കാര്യം സത്യ കൂടി ഒന്ന് അറിയണമായിരുന്നു മോളെ. ഇനി എന്തിനാ മോളെ അവരെ തങ്ങളിൽ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? അറിഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇതിനേക്കാൾ കൂടുതൽ സന്തോഷിച്ചേനെ. അത് അമ്മേ, പപ്പിയെ പോലെ സത്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാനുള്ള കഴിവ് സത്യക്കില്ലമ്മേ. അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഇപ്പൊ സത്യാമ്മ അറിയാതിരിക്കുന്നതാ നല്ലത്. പപ്പിയെ പോലെ അല്ല സത്യമോള്. സത്യം അറിഞ്ഞാൽ എന്തുവായാലും അത് സത്യാമ്മ അറിയും. വിഷ്ണുവേട്ടൻ അറിയാമല്ലോ അമ്മേ, സത്യയും പപ്പിയും തൻ്റെ കുട്ടികളാണെന്ന്. നമുക്കത് മതിയമ്മേ. ഇപ്പോഴിങ്ങനെ അങ്ങ് പോകട്ടമ്മേ. പിന്നീട് നമുക്ക് സത്യങ്ങളൊക്കെ അവരെ അറിയിക്കാം. ഞാൻ ആലോചിച്ചിട്ട് അതാണമ്മേ നല്ലത്. ഓ, നീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ അവരെ വിളിച്ച് ചായ കൊടുക്കാൻ നോക്ക്. ചായ ആകെ തണുത്തു. ചായ കുടിക്കുവാണെങ്കിൽ ചൂടോടെ കുടിക്കണം. ആറിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും കൊള്ളില്ല. ശാരദാമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവും സത്യമോളും പൊട്ടിച്ചിരിച്ചോണ്ട് അങ്ങോട്ട് കയറി വരുവാണ്. സത്യമോളെ, ഇത് കണ്ടോ? നമുക്ക് കഴിക്കാൻ ഒരുപാട് പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നല്ലോ. നിങ്ങൾ രണ്ടുപേരും ഇത് എവിടെ ആയിരുന്നു? കുറെ നേരം ആയല്ലോ നിങ്ങളുടെ കറക്കം തുടങ്ങിയിട്ട്. ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്. അമ്മേ, ബിഗ് ഫ്രണ്ടിന് ഒരുപാട് സൂപ്പർ കഥകളൊക്കെ അറിയാം കേട്ടോ. എനിക്കിപ്പോ എത്ര കഥകളാ പറഞ്ഞു തന്നേന്നറിയാവോ? അമ്മ പറയുന്ന പോലുള്ള പൊട്ടക്കഥകളൊന്നുമല്ല. ഇത് നല്ല ഒന്നാന്തരം കിടിലനും കഥകളാ. ആഹാ, കൊള്ളാലോ. അപ്പൊ രണ്ടുപേരും ഇത്രയും നേരം കഥ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നോ? അമ്മേ, ഞങ്ങൾ ഊഞ്ഞാലാടി, എന്നെ ബൈക്കിലെല്ലാം കൊണ്ടുപോയി, പിന്നെ ഞങ്ങൾ മീൻ പിടിച്ചു. ശാരദാമ്മ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് ചോദിക്കുന്നത്, മീനോ? അതെവിടുന്ന് കിട്ടി? നമ്മുടെ കുളത്തിനകത്തുനിന്ന്. അങ്ങനെ ഞങ്ങളൊരു വലിയ വീപ്പയ്ക്കകത്ത് അതിനെ വളർത്താനിട്ടിരിക്കുക. ഇനി ആ മീന് ചോറും കറികളും ഒക്കെ കൊടുക്കണം, എന്നാലേ അത് വളരൂ. അങ്ങനല്ലേ ബിഗ് ഫ്രണ്ടേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛനും മോളും പരസ്പരം ഉമ്മ കൊടുക്കുവാണ്. ഇതൊക്കെ കണ്ട് ശാലിനിയും ശാരദാമ്മയും ഭയങ്കര സന്തോഷത്തിലാണ്. ഈ കാഴ്ചകൾ കാണാനാണല്ലോ അവർ ഓരോ ദിവസവും ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഒരുപാട് പണികളൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ഈ ചായ നല്ലപോലെ തണുത്ത മോനെ, ഞാൻ വേറെ ചായ കൊണ്ടുവരാം എന്നും പറഞ്ഞ ശാരദാമ്മ ചായ എടുക്കാൻ പോവുകയാണ്. ശാലിനിയും വിഷ്ണു ഇങ്ങനെ പരസ്പരം റൊമാൻസ് ലുക്കൊക്കെ ഇങ്ങനെ വിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി പതുക്കെ വന്ന് വിഷ്ണുവിനോടൊപ്പം ചേർന്നിരിക്കുവാണ്. ഇതൊന്നും മനസ്സിലാകാതെ സത്യമോൾ ഇവരെ രണ്ടുപേരെ ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് സത്യമോള് വിഷ്ണുവിനോട് ചോദിക്കുന്നു, എന്താ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നേ? വിഷ്ണു ഒരു നാണത്തോടെ ഒരു ചെറുപുഞ്ചിരിയോടെ മോളോട് പറയുന്നു, ഏയ് ഒന്നുമില്ല മോളെ. ശാലിനി സത്യമോളോട് ചോദിക്കുന്നു, ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് എന്താ ബിഗ് ഫ്രണ്ട് ആട്ടിയോ? കൊള്ളാം, ആട്ടിയോന്നോ? എന്തുയരത്തിലാ എന്നെ ആട്ടിയതെന്നറിയാവോ? വിഷ്ണുവിനെ ഇങ്ങനെ റൊമാൻറ്റിക്കലി ഇങ്ങനെ നോക്കിക്കൊണ്ട് ശാലിനി പറയുക, സ്നേഹം മുഴുക്ക മോൾക്ക് മാത്രം കൊടുത്താൽ മതിയോ? ഈ പാവം പിടിച്ച അമ്മയും ഇവിടെ തന്നെ ഉണ്ട്. വിഷ്ണുവിനെ നോക്കി ശാലിനി പറയുക, എനിക്ക് ഉയരത്തിലൊക്കെ ആടണമെന്ന മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, അമ്മയ്ക്കും മോഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ബിഗ് ഫ്രണ്ടേ, നമുക്ക് ഇനിയും പോകാം. അതിനെന്താ, പോകാമല്ലോ. ഓ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബോധപൂർവം നമ്മളെ അങ്ങ് മറക്കും എന്നും പറഞ്ഞ് ശാലിനി ഒരു ലുക്ക് വിട്ടുകൊണ്ട് വിഷ്ണുവിനോട് പറയുവാണ്. വിഷ്ണു പെട്ടെന്ന് സത്യമോള് കാണാതെ ശാലിനിയുടെ ഇടുപ്പിലൊരു നുള്ളു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുമോളെ, നമ്മൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആടാവുന്ന വലിയ കയറുകൊണ്ടാണ് ഊഞ്ഞാലിട്ടത് എന്നൊക്കെ പറഞ്ഞ് ശാലിനിയുടെ കൈ പിടിച്ചിങ്ങനെ തിരുവുകയും കറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് ശാരദാമ്മ ചായയും കൊണ്ട് വന്ന് വിഷ്ണു അങ്ങനെ ചായയും പലഹാരവും ഒക്കെ ഇങ്ങനെ സ്നേഹത്തോടെ സത്യമോളെ ഊട്ടുന്നത് കണ്ട് ശാലിനിയും ശാരദാമ്മയും സന്തോഷം കൊണ്ട് കണ്ണ് നിറയുവാണ്. അവൾ അറിയാതെയാണെങ്കിലും അവളുടെ മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങളും എൻ്റെ വിഷ്ണുവേട്ടന് സാധിച്ചു കൊടുക്കണം. അങ്ങനെ അവൾ മനസ്സിലാക്കട്ടെ ഇങ്ങനെ ഒരു അച്ഛൻ്റെ സ്നേഹം. അവരെല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ സത്യഭാമയുടെ ഫോൺ വിഷ്ണുവിന് വരുന്നുണ്ട്. മോൾ ഇവിടെ ഇരിക്കും, ഞാൻ വെളിയിൽ പോയി ഫോണൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് വിഷ്ണു പുറത്തോട്ട് പോവുകയാണ്. അമ്മ എന്താ വിളിച്ചേ? മോനിപ്പോൾ എവിടെയാ? ഞാനിവിടെയൊക്കെ തന്നെയുണ്ട്. അമ്മ വിളിച്ചത് എന്താന്ന് പറ. എടാ മോനെ, ഇവിടെ ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നടാ. സത്യാമ്മ കരഞ്ഞോണ്ട് പറയുക, അവരൊരു നോട്ടീസും തന്നിട്ടുണ്ട്. എടാ മോനെ, ഉപേന്ദ്രൻ ചതിച്ചടാ. നമ്മുടെ വീടും പറമ്പും ഒക്കെ ജപ്തി ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്. സത്യാമ്മ പറഞ്ഞ വാക്ക് കേട്ട് വിഷ്ണു ഇങ്ങനെ വിശ്വസിക്കാനാകാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അമ്മ ഇത് എന്തൊക്കെയായി പറയുന്നത്? ജപ്തിയോ? അതേടാ മോനെ, എല്ലാം അവർ കൊണ്ടുപോകും. ആ മരം മുറിച്ചതിലൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നാ പറയുന്നേ. കാര്യങ്ങളുടെയൊക്കെ സത്യങ്ങൾ അറിയാൻ രോഹിത്തിനെ വിളിച്ചിട്ട് അവനൊട്ട് ഫോൺ എടുക്കുന്നുമില്ല. അമ്മ, ഇതാ മന്ത്രിയൊക്കെ ഇടപെട്ട കേസല്ലേ? നമുക്ക് ആ മന്ത്രിയോട് സംസാരിച്ചാലോ? എടാ മോനെ, ഞാൻ അതൊക്കെ അയാളോട് സംസാരിച്ചു. അയാളിപ്പോൾ പറയുന്നത് അയാളുടെ പേര് ഇതിലേക്ക് വലിച്ചഴക്കരുതെന്നാ.
ഇതൊക്കെ കേട്ട് വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. സത്യമ്മ പറയുവാ, ഞാൻ ആരെയാ വിശ്വസിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എടാ മോനെ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു എത്തും പിടിയും ഇല്ലടാ. ഇങ്ങനെയൊക്കെ വിഷ്ണുവിനോട് സംസാരിക്കുമ്പോൾ വിഷ്ണു ഒന്നും പറയാനാകാതെ ആ ഫോണും പിടിച്ചിങ്ങനെ അമ്പരന്ന് നിൽക്കുന്നത് ശാലിനി കാണുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി ഇതെല്ലാം കണ്ടിട്ട് ഇനി ശാലിനിയെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുമായിരിക്കും. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.